നമസ്തേ, എൻ്റെ പേര് അഭിലാഷ് ടി പ്രതാപ്. ഞാൻ സൗത്ത് ചിറ്റൂർ സെൻറ്റ് മേരീസ് യു പി സ്കൂളിലെ സംസ്കൃത അധ്യാപകനാണ്. അക്ഷരകന്തുകം എന്ന പ്രൊജക്റ്റ് എങ്ങനെയാണ് ആവിഷ്കരിക്കുക എന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് എപ്പോഴും അവരുടെ അനുഭവങ്ങളിലൂടെയും ഒക്കെ പഠിക്കുന്നത് കൂടുതൽ അർത്ഥവത്താക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ആവേശം കുട്ടികൾക്കിടയിൽ വലിയ ഒരു ചർച്ചയാണ് ഉണ്ടാക്കിയത്. ഫുട്ബോളിൻ്റെ കാര്യത്തെപ്പറ്റി പറയുമ്പോഴും കളിക്കാരുടെ കാര്യത്തെപ്പറ്റി പറയുമ്പോഴൊക്കെ കുട്ടികളിൽ വളരെയധികം ആവേശമാണ് കണ്ടത്. ഈ ആവേശത്തെ എങ്ങനെ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവരാം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്ന പദ്ധതിക്ക് രൂപം കൊടുക്കാൻ ഉണ്ടായത്. സംസ്കൃത പഠനത്തെ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പഠനം ആക്കി മാറ്റാതെ അതിനെ കായികവുമായും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ പഠിപ്പിക്കാം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത്. സംസ്കൃത അക്ഷരങ്ങളെയും പദങ്ങളെയും ഫുട്ബോളുമായി ബന്ധപ്പെടുത്താനുണ്ടായ സാഹചര്യം, ഫുട്ബോളിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്കും യുവാക്കൾക്കുമിടയിൽ വലിയ ആവേശമാണ് കാണാൻ സാധിക്കുന്നത്. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ ഒരു സമയത്ത് കുട്ടികളെല്ലാം ഫുട്ബോളിൻ്റെ ലഹരിയിലായിരുന്നു, അതിൻ്റെ ആവേശത്തിലായിരുന്നു. ഈ ഒരു ഊർജം എങ്ങനെ ക്ലാസ് മുറിയിലേക്ക് എത്തിക്കാമെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സംസ്കൃതാക്ഷരങ്ങളെയും പദങ്ങളെയും ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഉൾപ്പെടുത്തി പഠനാന്തരീക്ഷം കൂടുതൽ മനോഹരമാക്കാമെന്ന ചിന്തയിലേക്ക് എത്തിച്ചേർന്നത്. ഇതിനായി സംസ്കൃത അക്ഷരങ്ങൾക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങൾ, ആ പദങ്ങളുടെ മലയാള തർജിമ, അതിൻ്റെ മലയാള അർത്ഥം, ഇംഗ്ലീഷിലുള്ള മീനിങ് എന്നിവയെ ഉൾപ്പെടുത്തി ഒരു പ്ലേയിങ് കാർഡാണ് തയ്യാറാക്കിയത്. ഇത് സംസ്കൃത അക്ഷരമാലയുടെ അടിസ്ഥാനത്തിൽ ആണ് തയ്യാറാക്കിയത്. സാധാരണ മലയാളത്തിലൊക്കെ അക്ഷരമാല പഠിക്കുമ്പോൾ ആ അമ്മ, ആ ആന എന്ന് തുടങ്ങുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ എ ആപ്പിൾ, ബി ബോൾ എന്നവയാണ്. വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളിലുള്ള പദങ്ങളെടുത്തിട്ടാണ് ഈ അക്ഷരമാല തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഞാൻ ചെയ്തത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട പദങ്ങളൊക്കെ ഉൾപ്പെടുത്തി അക്ഷരമാല തയ്യാറാക്കി അതിനെ ഒരു കാർഡ് രൂപത്തിലാക്കി. ഇത് കുട്ടികൾക്കിടയിൽ വലിയൊരു ആവേശമാണ്. അവരുടെ പഠനത്തിലും അവരുടെ ആ കാർഡ് കണ്ട് പഠിക്കുമ്പോഴൊക്കെ വളരെ ആവേശമാണ് കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നത്. അവരത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഫുട്ബോൾ കളിക്കാരുടെ ചിത്രങ്ങളൊക്കെ ഉള്ള ആ കാർഡ് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും പഠിക്കാനായി കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതാണ് അക്ഷരകന്തുകം എന്ന പ്രൊജക്റ്റായി രൂപപ്പെട്ടത്. സംസ്കൃത ഭാഷയെ കായികമായി ബന്ധപ്പെടുത്തി എങ്ങനെ പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, കുട്ടികൾ അവരിഷ്ടമുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തി പഠിപ്പിച്ചാൽ അത് കുട്ടികളിൽ കൂടുതൽ പഠനത്തിന് താല്പര്യമുണ്ടാക്കും എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കായിക ഇനമാണ് ഫുട്ബോൾ. ആ ഫുട്ബോളിലെ കളിക്കാരൊക്കെ കാര്യം പറയുമ്പോൾ കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് അത് സ്വീകരിക്കുന്നത്. പൊതുവെ സംസ്കൃത ഭാഷയെ സാധാരണ ആളുകൾ പറയുന്നത് മൃതഭാഷയാണ്, കഠിനമാണ്, പഠിക്കാൻ പ്രയാസമാണ് എന്നൊക്കെയുള്ള ചിന്തയാണ്. ഈ ചിന്തയിൽ നിന്നൊക്കെ മാറ്റി ക്ലാസ് റൂം അന്തരീക്ഷം സംസ്കൃത ഭാഷയുടെ ക്ലാസ് റൂം അന്തരീക്ഷം വളരെ എളുപ്പത്തിലും കുട്ടികൾക്ക്, സാധാരണക്കാരായ കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലും അതിനെ ജനകീയമാക്കുന്നതിലുമൊക്കെ ഒരു രീതിയിലാണ് പഠനം തയ്യാറാക്കിയത്, അതിൻ്റെ പഠന പദ്ധതി തയ്യാറാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തതും ഈ പ്രവർത്തനം നടത്തിയതും. സംസ്കൃത ഭാഷയെ കൂടുതൽ ജനകീയവൽക്കരിക്കുക, അതിനെ കൂടുതൽ ലളിതമാക്കുക, സാധാരണക്കാരായ ആളുകളിലേക്ക് കൂടുതലായി ഭാഷ എത്തിക്കുക. സംസ്കൃത ഭാഷ വളരെ സമ്പന്നവും അതിന് ശാസ്ത്രീയമായ ഒരു അടിത്തറയുമുള്ള ഭാഷയാണ്. ആ രീതിയിൽ കുട്ടികളിലേക്ക് അവതരിപ്പിച്ചാൽ കുട്ടികൾ അതിനെ അതേ രീതിയിൽ തന്നെ സ്വീകരിക്കണമെന്നില്ല. അതവർക്ക് കുറച്ചുകൂടി ലളിതമാക്കിയാൽ, കുറച്ചുകൂടി സാധാരണ രീതിയിൽ അവതരിപ്പിച്ചാൽ അവർ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കും. അതുകൊണ്ട് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു പഠനത്തെയാണ് ആ രീതിയിൽ ചിട്ടപ്പെടുത്തിയത്. കുട്ടികൾക്ക് വളരെയധികം നല്ല രീതിയിലുള്ളൊരു മാറ്റമുണ്ടാക്കി. കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്ത്, അതായത് ഇപ്പോൾ കുട്ടികൾക്ക് സാങ്കേതികവിദ്യ, കായിക ഇനങ്ങൾ, ഒപ്പം തന്നെ സിനിമ, ഒപ്പം തന്നെ കല എന്നിവയൊക്കെ ബന്ധപ്പെടുത്തി
അവരുടെ പഠനത്തെ കോർത്തിണക്കിയാൽ അത് കൂടുതൽ മനോഹരവും കൂടുതൽ അർത്ഥവത്താക്കുകയാണെന്നുള്ള ഒരു തെളിവാണ് അക്ഷരഗന്ധം പോലുള്ള ഈ ഒരു പദ്ധതി. അക്ഷരഗന്ധകം പോലെയുള്ള ഈ ഒരു സർഗാത്മകമായ ഒരു പദ്ധതിക്ക് കുട്ടികളും സംസ്കൃത പഠനവും തമ്മിലുള്ളൊരു വൈകാരികമായൊരു ബന്ധം സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത് ആ കാര്യം കുട്ടികൾക്ക് ഈ അക്ഷരഗന്ധം പോലുള്ള പദ്ധതി കൊണ്ട് മനസ്സിലാക്കിയെടുത്തതാണ്. അവർ വളരെ ഇഷ്ടത്തോടെയാണ് ഈ പദ്ധതിയെ സ്വീകരിച്ചത്. അതിന് കാരണം അവർ ഇഷ്ടപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെടുത്തി പഠനം സുഖകരമാക്കിയതുകൊണ്ടാണ്. സംസ്കൃതം കേവലം പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അവർക്ക് ഇഷ്ടത്തോടെ സംസ്കൃതം പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള ഒരു താല്പര്യം ജനിപ്പിക്കുന്നതിനാണ് അക്ഷരഗന്ധകം എന്നൊരു പദ്ധതി തയ്യാറാക്കിയത്. അത് വളരെയധികം വിജയകരമായി എന്നാണ് തോന്നുന്നത്. കാരണം സംസ്കൃതം സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പോലും അവർ വളരെയധികം താല്പര്യത്തോടുകൂടി സംസ്കൃത പഠനത്തെ സ്നേഹിക്കുകയും ആ ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തെ മനോഹരമാക്കുകയും ചെയ്തു. സാധാരണ ഒരു പാഠപുസ്തകത്തിലെ പഠനം കുട്ടികൾക്ക് വളരെയധികം ഒരു മടുപ്പുണ്ടാക്കുന്നതായി തോന്നാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രവർത്തനം കുട്ടികൾ അത്രയധികം ഊർജ്ജസ്വലമായി പഠിക്കുകയും വളരെ താല്പര്യത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തു. അവർ സാധാരണ വിദ്യാർത്ഥികൾ പോലും അക്ഷരങ്ങളും പദങ്ങളും ഒക്കെ സംസാരിക്കുകയും അവർ തമ്മിലുള്ള സംസാരങ്ങളൊക്കെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായി മാറിയത്. ഇത് ഈ പദ്ധതിയുടെ ഒരു വിജയമായിരുന്നു. ഈ പദ്ധതിയെപ്പറ്റി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ അത് ലോകത്തോട് പറയുകയും ഇതിനെ ഒരു വലിയൊരു അംഗീകാരം നൽകുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. കാരണം അദ്ദേഹം ഈ പറഞ്ഞത് നമ്മുടെ സംസ്കൃത പ്രേമികൾക്കും സംസ്കൃത വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഒരു പ്രവർത്തന പദ്ധതി പോലെ തന്നെ എല്ലാ അധ്യാപകർക്കും ഇത്തരത്തിൽ അവരവരുടെ വിഷയങ്ങൾ ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കാൻ സാധിക്കും. അത് കുട്ടികളിൽ വളരെയധികം സന്തോഷമുണ്ടാക്കുകയും ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു പരാമർശം ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ളൊരു പ്രചോദനം കൂടിയാണ്. അത് വലിയൊരു അംഗീകാരം കൂടിയാണ്.